പാലക്കാടിൻ്റെ സ്വന്തം പാട്ടുകാരൻ, പാലക്കാടിൻ്റെ നാടൻ പാട്ടുകാരൻ, അതായിരുന്നു പ്രണവൻ ശശിയുടെ ഒരു ഐഡൻറ്റിറ്റി. ആവേശത്തിലെ സൽപുത്രൻ പിറന്നട മണ്ണിൽ എന്ന പാട്ടോടുകൂടെ പ്രണവൻ ശശി ഒരു പിന്നണി ഗായകൻ എന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ ഇപ്പോൾ പുഷ്പ 2 ഗാനത്തോടെ തെന്നിന്ത്യൻ ഗായകനിലേക്ക് മാറിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്, ഒരു പാലക്കാട്ടുകാരനല്ലേ. സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ പാട്ട് പാടുന്നത് മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്നുള്ള പാട്ടാണ്. ദിലീപിൻ്റെ സിനിമയിലെ കോടതി സമക്ഷം ബാലം വക്കീൽ, ഗോപി സുന്ദർ മ്യൂസിക് ചെയ്ത് ഹരിനാരായണൻ എഴുതിയ. അപ്പോൾ ഹരിയാണ് എന്നെ ഗോപി സാറുമായിട്ട് ബന്ധപ്പെടുത്തി എന്നെ പരിചയപ്പെടുത്തുന്നത്. പിന്നീട് അത് കുറേ പാട്ടുകൾ തന്നെ പാടി വന്ന് പല സംഗീത സംവിധായകരും കീഴിൽ പാടിയാണ് പിന്നീട് ആവേശം എന്നുള്ള സിനിമയിലേക്ക് എത്തുന്നത്. ഗോപി സുന്ദർ സാറിൻ്റെ തുണ്ട് പറഞ്ഞൊരു സിനിമ, അതിൽ വാനിൽ നിന്നും തുടങ്ങുന്നൊരു പാട്ട്, ആ പാട്ട് കേട്ടിട്ടാണ് സുഷിൻ ശ്യാം സാർ എന്നെ ആവേശം എന്നുള്ള സിനിമയിലേക്ക് പാടാൻ വിളിക്കുന്നത്. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമയന്ന്, ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്. ആ പാട്ട് ഗംഭീര ഹിറ്റായപ്പോൾ ആ പാട്ടിൻ്റെ ഹിറ്റിനോട് അനുബന്ധിച്ചാണ് പിന്നെ വന്ന സിനിമകളൊക്കെ. അത് അവസാനം വന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുഷ്പ 2 ഈ പുഷ്പ 2 അറിയാമായിരുന്നു ശരിക്കും അല്ലു അർജുൻ്റെ സിനിമയാണെന്നൊക്കെ അറിഞ്ഞിട്ടാണോ പാടാൻ പോയത്? അല്ല, ഒരു ദിവസം തന്നെ ചെന്നൈയിൽ നിന്നൊരു കോൾ വരികയാണ്, ഒരു പാട്ട് പാടണം, ചെന്നൈയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. ഉടനെ പുറപ്പെട്ടു. പിറ്റേ ദിവസം നമ്മൾ റെഡിയായി നേരെ എയർപോർട്ട് വന്ന് ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. എപ്പോഴും നമുക്ക് അറിയില്ല പാട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. പാട്ട് എനിക്ക് അയച്ചു തരുമോ ട്രാക്ക് ചോദിച്ചപ്പോൾ അയച്ചു തരില്ല എന്ന് പറഞ്ഞു. അവിടെ പോയി സ്റ്റുഡിയോ എത്തി ശേഷം അവിടെ നിന്നാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. SP ബാലസുബ്രഹ്മണ്യ സാറിൻ്റെ അനന്തരവൻ SB അഭിലാഷായിരുന്നു പഠിപ്പിക്കാൻ വന്നത്. പാട്ട് പാടിക്കഴിഞ്ഞ് എല്ലാ സംഭവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാർ ഡ്രൈവറാണ് എന്നോട് പറയുന്നത്, ഈ പാട്ട് അറിയോ, നിങ്ങൾക്ക് ഏതാ സിനിമ എന്നറിയോ? എനിക്കറിയില്ലെന്നോ. ഇത് പുഷ്പ 2 പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതിന് ഒരു സന്തോഷം കൊണ്ടുള്ളത്, സിജു തുറവൂറാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിലെ മലയാളത്തിൻ്റെ ആദ്യത്തെ 4 വരികളുണ്ട്, അത് എല്ലാ ഭാഷയിലും മലയാളമാണ്. മല്ലികബാണൻ്റെ അമ്പുകളോ കൺമുനത്തുമ്പുകളോ, അമ്പിളി പൂനില നാമ്പുകളോ പുഞ്ചിരി തുമ്പികളോ, മുല്ല മലർമണി ചെണ്ടുകളോ നിന്മണി ചുണ്ടുകളോ, തേന്തെറിഞ്ഞെത്തുന്ന വണ്ടുകളോ പൂങ്കിന തുണ്ടുകളോ. ഇത് പക്ഷേ ഒരേ കോറസ് പോർഷനാണുള്ളത്. ഞാനും സിത്താരയും പാടുന്ന വരികൾ അതിന് താഴ്ന്നുള്ള വരികളാണ് പിന്നെ വരുന്നത്. പുഷ്പ 2 വന്നതിന് ശേഷം കൂടുതൽ അവസരങ്ങൾ, അതെ കുറേ ഒരു 10 സിനിമയിലോളം പാടി. അതിലൊരു 7 സിനിമയോളം വരാനുണ്ട്. നാടൻ പാട്ടാണ് എനിക്ക് എല്ലാം കൊണ്ട് തന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലുത് നാടൻ പാട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ പാലക്കാടിൻ്റെ പാട്ട് കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്, തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും ഏറെയുണ്ട്, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. വളരെ സന്തോഷം. മൽഘോഷിനൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്. താങ്ക് യു.